ശരിയല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാല് പണം പോകുന്ന ആളുടെ വിഷമം വരും. പണം പോകുമ്പോൾ നമ്മളെ വിളിച്ച് സ്നേഹിക്കുകയും ഉമ്മയ്ക്കൊന്നുമില്ല ചെയ്യുന്നത്. ഇതൊക്കെ ഏറ്റവും മിനിമം അല്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് പൈസ പോകുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 10,000 രൂപ തട്ടിക്കൊണ്ടുപോയി നമുക്ക് നിശ്ചയമുണ്ട് ഇന്ന ആളെ തട്ടിക്കൊണ്ടുപോയി നമ്മൾ വിടുവോ? സംസാരം വളരെ മാന്യമായിരിക്കും. എനിക്ക് ചെയ്തേ പറ്റൂ. കാരണം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും നമ്മൾ എന്തിനാണ് ഇപ്പോൾ പൈസ കൊണ്ടുപോയെന്ന്. കാരണം ഇവർക്ക് ഇത്രയും പേയ്മെൻറ്റ് വരുമ്പോൾ നമ്മളിപ്പോൾ മന്ത്ലി അവർക്ക് ഒരു 30,000 രൂപ 40,000 രൂപ കൊടുക്കുമ്പോൾ ദിയ നമുക്കൊരു ഇൻക്രിമെൻറ്റ് പോലെ നമുക്കൊരു 5,000 6,000 രൂപയൊക്കെ ഞങ്ങൾക്ക് സാലറി കൂടാതെ ഞങ്ങൾക്ക് ദിയ തരുമായിരുന്നു. അപ്പോൾ ദിയ അങ്ങനെ തരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത്. പിന്നെ ഷോപ്പിലുള്ള എല്ലാ ഇൻ്റർനാഷണൽ ഓർഡേഴ്സും ഞങ്ങളുടെ അഡ്രസ്സ് ഉപയോഗിച്ച് അയക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം കുറച്ച് പ്രശ്നമാണെന്ന് തോന്നി തുടങ്ങിയത്. കാരണം എല്ലാത്തിനും നമ്മുടെ അഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. ദിയയുടെ പേഴ്സണൽ കോൺടാക്റ്റോ ദിയയുടെ ഒരു കാര്യങ്ങൾ ദിയ ഒരിടത്തും ഉപയോഗിക്കത്തില്ല. എന്നിട്ടാണ് ദിയ നമ്മളെ ഫ്ലാറ്റിൽ വിളിച്ച് വരുത്തിയിട്ട് പറയുന്നത്, നിങ്ങൾ 5 പേരും എൻ്റെ ഹസ്ബൻഡ്, പുള്ളിക്കാരുടെ ഹസ്ബൻഡ്, ദിപ്യ, പുറത്ത് ഇതാരെ അറിയിക്കരുത്, ഈ കോൾ റെക്കോർഡ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, നിങ്ങൾ വരണം, നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ 5 ലക്ഷം രൂപയും വെച്ച് നിങ്ങളൊന്ന് എനിക്ക് കണ്ടാൽ മതി, വേറെ ഒരു ആവശ്യമില്ല, ഞാൻ കണ്ടിട്ട് നിങ്ങളെ വിടുന്നതായിരിക്കും, ആ പൈസയും മേടിച്ചെന്ന് പറഞ്ഞ് ദിയ ആർക്കോൺ പ്രീമിയർ എന്ന് പറഞ്ഞ് ദിയയുടെ ഫ്ലാറ്റിലോട്ട് ഞങ്ങളെ വിളിച്ച് വരുത്തുകയും രാവിലെ 10 മണിക്ക് എത്താനാണ് ദിയ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ എത്തിയതിന് ശേഷം ഞങ്ങളുടെ നിന്ന് പൈസ വാങ്ങിയതിന് ശേഷം ദിയയുടെ വീട്ടുകാർ ഓരോരുത്തരായിട്ട് വിളിക്കുകയും അവരെല്ലാവരും ഓരോ കാറിലായിട്ട് വന്ന് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ അവർ 5 പേരും 5 സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ്. ദിയയെ സംബന്ധിച്ചിടത്ത് ഇത് ഞങ്ങൾ അവൾക്ക് യൂട്യൂബിൽ നാളെ ട്രെൻഡിങ് ഉണ്ടാകുമ്പോൾ ഒരു കണ്ടന്റ് മാത്രമാണ്. എന്തുകൊണ്ട് ഞങ്ങൾ ഇതുവരെയും പുറത്തു വന്നില്ലെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യാൻ തന്നെയാണ് ഇത്രയും നാളെ ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ദിയ ഇങ്ങനെ പറഞ്ഞ് ദിയയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വന്നു. 3 കാറുകളിലായിട്ടാണ് ദിയ രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ ഞങ്ങളെ 2 പേരെ സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ്. നമ്മളറിയാത്തൊരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത്. ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ പോലും വരാൻ വിടാതെ അവരേതോ ഒരു ഓഫീസിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്. പിന്നീട് ഞങ്ങൾക്ക് അവരെ സംസാരത്തിൽ നിന്നാണ് അത് അമ്പലമുക്കുള്ള ഒരു ഓഫീസാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അവിടെ ക്യാമറ ഒന്നുമില്ല. അവിടെ ഒരു 6, 7 ഒരു 10 അകത്തോളം ആൾക്കാരുണ്ടായിരുന്നു. കൃഷ്ണകുമാർ സാറിൻ്റെ 4 മക്കളും दो बार कस्टमर पूछा था ये क्यों हमको ये दे रहे हैं, तो ये ओनर का नाम हम जानता है, उसको नाम नहीं है. ഹായ് എവരിബഡി, ഗുഡ് ഈവനിങ്. നിങ്ങളിൽ ഒരുവിധം എല്ലാവരും ന്യൂസിൽ നടക്കുന്ന എൻ്റെ അഗൻസ്റ്റുള്ള ആരോപണങ്ങളും എല്ലാം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് അത് അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പ്ലസ് വേറൊരു ഇൻഫർമേഷൻ കൂടെ പാസ് ഓൺ ചെയ്യാനാണ്. എൻ്റെ ഒബയോസി സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്ന 3 കുട്ടികൾ, വിനിത, ദിവ്യ, രാധു, ഈ 3 പേരും അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടായിരുന്നു. QR കോഡ് വഴി പണം തട്ടിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള ഇഷ്യൂസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേസ് കൊടുത്തു, അവർ കൗണ്ടർ കേസ് കൊടുത്തു. സോ അത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിത് കണ്ടുപിടിച്ച ദിവസം രാത്രി ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ആസ്കിങ് ഫോർ ഹെൽപ്പ്. ഇതുപോലെ ആരെങ്കിലും ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് ഇവർ ചെയ്യാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു. ആൻഡ് അതിൻ്റെ പിന്നാലെ ഒത്തിരി പേരുടെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈവൻ ടുഡേ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇതുപോലെ നമ്മുടെ നിന്ന് ക്യാഷ് ഇൻസിസ്റ്റ് ചെയ്തു, ഇവരുടെ അക്കൗണ്ടിലോട്ട് അയക്കാൻ പറഞ്ഞു. ഇതുപോലെ ഒത്തിരി കംപ്ലയിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൈസ മുഴുവൻ ഇവരുടെ അക്കൗണ്ടിലേക്കാണ് പോയിരുന്നത്. അപ്പോൾ അവർ എന്നെയും നിങ്ങളെയുമാണ് സ്കാം ചെയ്തത്. എന്നെ സ്കാം ചെയ്തതും എൻ്റെ കമ്പനിയെ സ്കാം ചെയ്തതും നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളെ സ്കാം ചെയ്തത്, നിങ്ങളെ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒബയോസിലെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് വിശ്വസിച്ച് എനിക്ക് പേയ്മെന്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ഞാൻ ബിസിനസ് രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് എനിക്ക് തരേണ്ട പൈസ ഇവർ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാവരെയും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞാനൊരു മെയിൽ ഐഡിയും ഈ ഒരു പോസ്റ്റിന്റെ അടിയിൽ ഇടുന്നുണ്ട്. ആ ഒരു മെയിൽ ഐ ഡി ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമ്മുടെ മ്യൂസിയം സ്റ്റേഷനിലുള്ള മെയിൽ ഐ ഡി ആണിത്. shom.msm.tvm.pol@kerala.gov.in മെയിൽ ഐ ഡി ഞാനിവിടെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മ്യൂസിയം സ്റ്റേഷനിൽ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള മെയിൽ ഐ ഡി ആണ്. എനിക്കറിയാം കസ്റ്റമേഴ്സിന് ആർക്കും ഡയറക്ട്ലി അവിടെ പോയി കേസ് കൊടുക്കാൻ ഇപ്പം നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട വരും. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെയും സ്കാം ചെയ്തിട്ടുണ്ട്, എന്നെയും സ്കാം ചെയ്തിട്ടുണ്ട്. ഇവരുടെ പേരിൽ ഫ്രോഡ് കേസ് നിങ്ങൾക്കും ഫയൽ ചെയ്യാമെന്നുള്ളതാണ്. ഈ പറയുന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങൾ വിത്ത് പ്രൂഫ്, അതായത് നിങ്ങൾക്ക് അവിടെ ഉണ്ടായ അനുഭവം പ്ലസ് സ്ക്രീൻഷോട്ട്, ഇപ്പോൾ ദിവ്യ ഫ്രാങ്ക്ലിന്റെ അക്കൗണ്ട് ആണോ, വിനിത ആദർശിന്റെ അക്കൗണ്ട് ആണോ, രാധു മനോജിന്റെ അക്കൗണ്ട് ആണോ എന്നുള്ളത്
വിത്ത് പ്രൂഫ് എത്ര രൂപയാണ് എന്നുള്ളത്, അതിന് അവിടെ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെ വെച്ചിട്ട് ഇവരുടെ അഗേൻസ്റ്റ് ഒരു ഫ്രോഡ് കേസ് നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, ഇഫ് യു ജോയിൻ മീ ഇൻ ദിസ് ജേർണി ഇറ്റ് വുഡ് ബി ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ്. കാര്യം ഞാൻ എൻ്റെ കേസ് കൊടുത്തു കഴിഞ്ഞു, നിങ്ങളുടെ കേസ് നിങ്ങൾ തന്നെ കൊടുക്കണം. എന്നാലേ ഇതിനകത്ത് നമുക്ക് ട്രൂത്ത് വെളിയിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ജസ്റ്റിസ് ഷുഡ് ബി സെർവ്ഡ് ആസ് സൂൺ ആസ് പോസിബിൾ. നമുക്ക് ക്രിമിനൽസിനെ മുന്നിൽ കൊണ്ടുവരണം, എല്ലാവരുടെയും മുന്നിൽ വരെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഐ റിയലി ഹോപ്പ് एक बोलता है उसका पति को सैलरी 1 महीना 1 लाख 2 महीना मैं 2 लाख ऐसा मुल्क में भेजता है, वही पैसा बोलता है, वो बिल्कुल झूठ है. वही स्टोरी है ये अभी.